മെയ് മാസത്തിൽ ഇന്ത്യ നടത്തിയ സൈനിക നടപടി ഓപ്പറേഷൻ സിന്ദൂറിൽ പാകിസ്ഥാന്റെ ഭീകരകേന്ദ്രങ്ങൾ തകർത്ത് തരിപ്പണമാക്കിയിരുന്നു. അതിന്റെ വീഡിയോ ദൃശ്യങ്ങൾ റിപ്പബ്ലിക് ദിനത്തിൽ ഇന്ത്യൻ വ്യോമസേന പങ്കുവയ്ക്കുകയും ചെയ്തു. ഇതിൽ ഇന്ത്യൻ സൈന്യത്തിന്റെയും വ്യോമസേനയുടെയും കരുത്ത് വിളിച്ചോതുന്ന അല്ലെങ്കിൽ ലോകത്തിനു മുന്നിൽ കാണിച്ചു കൊടുക്കാൻ സാധിക്കുന്ന തരത്തിലേക്കായിരുന്നു ദൃശ്യങ്ങൾ പകർത്തിയത്. എന്നാൽ ഇതോടുകൂടി തന്നെ ഇപ്പോൾ പാകിസ്ഥാനിലെ തന്ത്രപ്രധാന സൈനിക താവളങ്ങളും ഭീകര കേന്ദ്രങ്ങളും തകർക്കുന്ന ദൃശ്യങ്ങൾ ഇത് പുറത്തു വന്നതോടുകൂടി തന്നെ പാകിസ്ഥാന്റെ ആ ഒരു രഹസ്യം, അവർ കാത്തുസൂക്ഷിച്ചിരുന്ന ആണവായുധങ്ങളുടെ രഹസ്യം അതിപ്പോൾ കൂടുതലായി തന്നെ പുറത്തു വരികയാണ് ചെയ്തിരിക്കുന്നത്. അതായത് ഇത്തരത്തിൽ ആണവ സംഭരണശാല സ്ഥിതി ചെയ്യുന്ന കിരാന ഹിൽസിലും ഭാരതം പ്രകടമേൽപ്പിച്ചോ എന്ന ചർച്ചകൾ ഇപ്പോൾ ആഗോളതലത്തിൽ വീണ്ടും സജീവമാവുകയാണ്. ഇതോടുകൂടി തന്നെ വീണ്ടും പാകിസ്ഥാനിൽ ആണവ ശേഖരം അത് ഒളിഞ്ഞിരിപ്പുണ്ട് എന്ന് ലോകത്തോട് വിളിച്ചു പറയുകയാണ് ചെയ്തിരിക്കുന്നത്. എന്നാൽ അതിന്റെ പിൻബലത്തിൽ ഒന്നും തന്നെ ചെയ്യാൻ കഴിയില്ല എന്നതാണിപ്പോൾ ഇന്ത്യ കൈക്കൊള്ളുന്ന ഓരോ നിലപാടിലൂടെ തന്നെ തെളിയിക്കുന്നത്. കിരാന ഹിൽസിലെ ലക്ഷ്യം വെച്ചിരുന്നോ എന്ന മാധ്യമ പ്രവർത്തകന്റെ ചോദ്യത്തിനാണ് വ്യോമസേന ഡയറക്ടർ ജനറൽ എയർ മാർഷൽ AK ഭാരതി ഇതിനായി തന്നെ മറുപടി നൽകിയിരിക്കുന്നത്. ഈ മറുപടിയാണിപ്പോൾ വീണ്ടും ആഗോളതലത്തിൽ തന്നെ ശ്രദ്ധ നേടുന്നതും. കിരാന ഹിൽസിൽ ആണവ നിലയങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞതിന് നന്ദി പറഞ്ഞുകൊണ്ട് ഞങ്ങൾക്കത് അറിയില്ലായിരുന്നു എന്ന അദ്ദേഹത്തിന്റെ പരിഹാസം, അതായത് അത്തരത്തിൽ പരിഹാസ രൂപേണയാണ് അദ്ദേഹം ഇത് അവതരിപ്പിച്ചിരിക്കുന്നത്. ഒരു ചെറു ചിരിയോടുകൂടി തന്നെയാണ് മറുപടി നൽകുന്നത്. പാകിസ്ഥാനെ ശരിക്കും ഭയപ്പെടുത്തുകയാണ് ഉണ്ടായത്. അവിടെ എന്തുണ്ടെങ്കിലും ഞങ്ങൾ കിരാന ഹിൽസിനെ തൊട്ടിട്ടില്ല. ഇക്കാര്യങ്ങൾ അദ്ദേഹം കൂട്ടിച്ചേർക്കുമ്പോൾ വലിയ രീതിയിലുള്ള ചോദ്യചിഹ്നങ്ങളായിരുന്നു പിന്നീട് ഉയർന്നു വന്നത്. വീഡിയോയിലെ ദൃശ്യങ്ങൾ വിരൽ ചൂണ്ടുന്നത് പാകിസ്ഥാന്റെ ഹൃദയഭാഗത്തു പോലും കയറി ആക്രമിക്കാനുള്ള ഭാരതത്തിന്റെ അസാമാന്യമായ ശേഷിയാണ് ഇവിടെ വെളിവാകുന്നത്. ഭാരതത്തിന്റെ റാഫേൽ, സുഖോയ് വിമാനങ്ങൾ പാക് വ്യോമ പ്രതിരോധ നിരയെ തന്നെ നിഷ്പക്ഷമാക്കി നടത്തിയ ഈ ആക്രമണം പാകിസ്ഥാന് നൽകുന്ന വ്യക്തമായ മുന്നറിയിപ്പ് കൂടിയാണ്. പാകിസ്ഥാന്റെ ആണവ നിയന്ത്രണ വിഭാഗമായ സ്ട്രാറ്റജിക് പ്ലാൻസ് ഡിവിഷൻ ആ ആസ്ഥാനത്തിന് തൊട്ടടുത്തുള്ള നൂർഖാൻ എയർബേസിൽ പോലും വലിയ രീതിയിലുള്ള പ്രകടമേൽപ്പിക്കാൻ ഇന്ത്യക്ക് സാധിച്ചിരുന്നു. അതിർത്തി കടന്നുള്ള ഭീകരവാദത്തിന് ഭാരതത്തിന്റെ മണ്ണിൽ നിന്ന് അവിടെ ഇനിയൊരു സ്ഥാനം ഉണ്ടാകില്ല എന്നും ശത്രുവിന്റെ കോട്ടയ്ക്കുള്ളിൽ പോലും കയറി പ്രഹരമേൽപ്പിക്കാൻ നവഭാരതം സജ്ജമാണ് എന്ന് വ്യക്തമാക്കുന്നതായിരുന്നു വ്യോമസേനയുടെ പുതിയ വീഡിയോ. അതേപോലെ ദേശീയ തലത്തിൽ പോലും അതിപ്പോൾ വലിയ രീതിയിൽ ശ്രദ്ധ ആകർഷിക്കുകയാണ്. ദേശീയതയുടെയും സൈനിക വീര്യത്തിന്റെയും പ്രതീകമായി തന്നെ ഓപ്പറേഷൻ സിന്ദൂർ പാകിസ്ഥാന്റെ ഉറക്കം കെടുത്തുന്നു, അല്ലെങ്കിൽ ഇത്തരം ഒരു രീതിയിൽ അവർക്ക് സമാധാനം നൽകുന്നില്ല എന്നതാണ് ഇതിലൂടെ വ്യക്തമാക്കുന്നതും. ഇന്ത്യൻ വ്യോമസേനയുടെ കരുത്ത് ലോകത്തിന് മുന്നിൽ ഒരിക്കൽ കൂടി വിളിച്ചോതിക്കൊണ്ട് റിപ്പബ്ലിക് ദിനത്തിൽ പുറത്തിറക്കിയ ഈ വീഡിയോ കൂടുതലായി തന്നെ ആഗോളതലത്തിൽ വലിയ രീതിയിൽ ചർച്ചകൾക്ക് വഴിവെക്കുകയാണ്. ഏപ്രിൽ 22-ന്, അതായത് കഴിഞ്ഞ വർഷം ഏപ്രിൽ 22-ന് കാശ്മീരിൽ പഹൽഗാമിൽ 26 വിനോദസഞ്ചാരികളെ പാക് സ്പോൺസേർഡ് ഭീകരർ വെടിവെച്ച് കൊന്നതിന് അതിന് മറുപടിയായിട്ടായിരുന്നു മെയ് 7-ന് ഭാരതം മിന്നൽ ആക്രമണം നടത്തിയത്. പാകിസ്ഥാനിലെയും പാക് അധീന കാശ്മീരിലെയും 9 ഭീകര ക്യാമ്പുകൾ ഇന്ത്യ തകർത്ത് തരിപ്പണമാക്കിയിരുന്നു. എന്നാൽ ഇതിന് പിന്നാലെ തന്നെ പാകിസ്ഥാൻ നടത്തിയ പ്രകോപനങ്ങൾക്ക് മറുപടിയായി തന്നെ ഭാരതം പാക് അതിർത്തിക്കുള്ളിലെ സൈനിക വിമാനത്താവളങ്ങളും ലക്ഷ്യം വെച്ചിരുന്നു. ഇക്കൂട്ടത്തിൽ അവിടെ വലിയ രീതിയിൽ ചില എയർബേസുകളെയും ഭാരതം മിസൈലുകൾ പതിപ്പിക്കുകയും അതുപോലെ തന്നെ ഇതിന്റെ ഉപഗ്രഹ ചിത്രങ്ങളടക്കം ഇവർ പുറത്തുവിടുകയും ചെയ്തിരുന്നു. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.